അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് നാഷ്വിൽ വൺ ഇന്ത്യ എന്ന ആശയത്തെ മുൻനിർത്തി സംഘടിപ്പിച്ച ഇന്ത്യ ഡേ പരേഡിൽ കേരള അസോസിയേഷൻ നാഷ്വിൽ അവതരിപ്പിച്ച ഫ്ലോട്ടിന് പ്രത്യേക പുരസ്കാരം ലഭിച്ചു. നാഷ്വിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരേഡ് നടന്നത്. 28ഓളം സംഘടനകൾ അണിനിരന്ന പരേഡ് നാഷ്വിലുള്ള ഇന്ത്യക്കാരുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. നാഷ്വിലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പരേഡ് നടന്നത്. 28ഓളം സംഘടനകൾ അണിനിരന്ന പരേഡ് നാഷ്വില്ലിലുള്ള ഇന്ത്യക്കാരുടെ ശക്തി തെളിയിക്കുന്നതായിരുന്നു. ഓരോ സംഘടനകളും അവരുടെ സംസ്ഥാനത്തെയും സാംസ്കാരിക പൈതൃകത്തെയും തനതായ നിലയിൽ അവതരിപ്പിച്ചു. കേരള അസോസിയേഷൻ നാഷ്വിൽ അവതരിപ്പിച്ച ഫ്ലോട്ട് കെട്ടുവള്ളവും ചെണ്ടമേളവും മുത്തുകുടയുമൊക്കെയായി അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. കേരളത്തിന്റെ സമ്പന്നമായ ജലസഞ്ചാര സംസ്കാരത്തിന്റെ പ്രതീകമായ കെട്ടുവള്ളം വളരെ പ്രാചീന കാലം മുതലേ കേരളത്തിലെ നദികളിലും കായലുകളിലും വ്യാപാരത്തിനും ഗതാഗതത്തിനും പ്രധാന പങ്കുവഹിച്ചിരുന്നു. ഇത്തരത്തിൽ കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകവും സാംസ്കാരികവും കെട്ടുവള്ളം മാതൃകയിലുള്ള ഫ്ലോട്ട് ഉയർത്തിപ്പിടിച്ചു. അത് മുൻനിർത്തി ഇന്ത്യൻ അസോസിയേഷൻ പ്രത്യേക പുരസ്കാരം കേരള അസോസിയേഷൻ നാഷ്വിൽ അവതരിപ്പിച്ച ഫ്ലോട്ടിന് സമ്മാനിച്ചു. ഇത്തരത്തിൽ ഒരു ഫ്ലോട്ട് അണിയിച്ചൊരുക്കുന്നതിൽ നേതൃത്വം നൽകിയ ക്യാൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ അനിലിന് പ്രത്യേക ഉപഹാരവും സമ്മാനിച്ചു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ മറ്റൊരു അടയാളമായ ചെണ്ടമേളം പരേഡിൽ പങ്കെടുത്ത എല്ലാവരെയും ആകർഷിച്ചു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ മറ്റൊരു അടയാളമായ ചെണ്ടമേളം പരേഡിൽ പങ്കെടുത്ത എല്ലാ പേരെയും ആകർഷിച്ചു. അതോടൊപ്പം കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലെ ഒരു പ്രധാന ഉത്സവമായ തിരുവാതിരയും വേദിയിൽ അവതരിപ്പിച്ചു. കേരള അസോസിയേഷൻ നാഷ്വിൽ അംഗങ്ങൾക്ക് പുറമെ ചങ്ങനാശ്ശേരി MLA ശ്രീ ജോബ് മൈക്കിൾ, മുൻ കേന്ദ്രമന്ത്രിയും പ്രശസ്ത അഭിനേതാവുമായ ശ്രീ ടി നെപ്പോളിയൻ, അറ്റ്ലന്റ കൗൺസിൽ ജനറൽ ഓഫ് ഇന്ത്യ ശ്രീ രമേശ് ബാബു ലക്ഷ്മണൻ എന്നിവരും ക്യാൻ ബാനറിന് പുറകിൽ അണിനിരന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫോമ സെൻട്രൽ റീജിയൻ പുതിയ പ്രവർത്തന വർഷത്തേക്കുള്ള ആലോചനാ യോഗം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ കണ്ണൂക്കാടന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ കണ്ണൂക്കാടൻ, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ് ജോർജ് മാത്യു ആൻഡ് ജോസി കുരിശിങ്കലിന്റെ നേതൃത്വത്തിൽ ഷിക്കാഗോയിലെ ഫോമ അംഗങ്ങൾ എല്ലാ അംഗസംഘടനകളുടെയും പ്രതിനിധികളുടെയും ഹൃദയകാംക്ഷികളുടെയും സാന്നിധ്യത്തിൽ മലയാളി അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ കണ്ണൂക്കാടൻ, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ് ജോർജ് മാത്യു ആൻഡ് ജോസി കുരിശിങ്കലിന്റെ നേതൃത്വത്തിൽ ഷിക്കാഗോയിലെ ഫോമ അംഗങ്ങൾ എല്ലാ അംഗസംഘടനകളുടെയും പ്രതിനിധികളുടെയും ഹൃദയകാംക്ഷികളുടെയും സാന്നിധ്യത്തിൽ മലയാളി അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ ഷിക്കാഗോയിൽ നിന്നും ഫോമയെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന അനേകം പ്രവർത്തകർ പങ്കെടുക്കുകയും വരുന്ന 2 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത അറ്റ്ലന്റ് റീജിയൻ നാഷണൽ കമ്മിറ്റി മെമ്പർ ബബ്ലു ചാക്കോ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺസൺ കണ്ണൂക്കാടൻ, റീജിയണൽ വൈസ് പ്രസിഡന്റ്, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ ജോർജ് മാത്യു, ജോസി കുരിശിങ്കൽ എന്നിവർ തങ്ങളുടെ മറുപടി പ്രസംഗത്തിൽ ഷിക്കാഗോയിലെ എല്ലാ ഫോമ പ്രതിനിധികളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും സഹായ സഹകരണങ്ങൾ ഫോമയുടെ വരുന്ന 2 കൊല്ലത്തെ പ്രവർത്തനങ്ങളിലേക്ക് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. അമേരിക്കയുടെ തലസ്ഥാന നഗരിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനമായി നിലകൊള്ളുന്ന വാഷിംഗ്ടൺ സെന്റ് തോമസ് ഇടവകയിൽ പഴയകാല അംഗങ്ങളുടെ ഒത്തുചേരൽ സമ്മേളനം ഇടവക മെത്രാപ്പൊലിത്ത സക്കറിയ മാർ നിക്കളാവോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 7-ന് പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ KO ചാക്കോ അധ്യക്ഷനായിരുന്നു. സെപ്റ്റംബർ 7-ന് പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ KO ചാക്കോ അധ്യക്ഷനായിരുന്നു. ഐസക് ജോൺ സ്വാഗതവും മുൻകാല അംഗങ്ങളായിരുന്ന CD വർഗീസ്, എബ്രഹാം ജോഷുവ, ജോർജ് വർഗീസ് എന്നിവർ മുൻകാല അനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു. ഇടവകയെ പ്രതിനിധീകരിച്ച് ജോർജ് P. തോമസ് ആശംസകൾ അറിയിച്ചു. സമീപ ഇടവകകളായ മാൾട്ടിമോർ സെന്റ് തോമസ്, വിർജീനിയ സെന്റ് മേരീസ്, ദമാസ്കസ് സെന്റ് തോമസ്, സെന്റ് ബർണാബസ്, വാഷിംഗ്ടൺ മാർത്തോമ ഇടവക എന്നിവിടങ്ങളിൽ നിന്നും നിരവധി അംഗങ്ങൾ യോഗത്തിൽ സംബന്ധിച്ചു. ഇടവേളയിൽ നിർമ്മല തോമസിന്റെ നേതൃത്വത്തിൽ മർത്തമറിയം സമാജാംഗങ്ങൾ ഗാനം ആലപിക്കുകയും സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഇടത്തിൽ ജീവൻ നിലനിൽക്കുമെന്ന 133-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ഈപ്പൻ വർഗീസ് ഏവർക്കും നന്ദി അറിയിച്ചു. ബിക്സ കുര്യൻ MCI യോഗം നിയന്ത്രിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ.
മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയയുടെ 40ാമത് വാർഷികവും ഓണാഘോഷവും പ്രൗഢഗംഭീരമായി. വിഭവസമൃദ്ധമായ ഓണസദ്യയും വർണ്ണശബളമായ ഘോഷയാത്രയും നിറപ്പകിട്ടാർന്ന വിവിധ കലാപരിപാടികളും പരിപാടികൾക്ക് മാറ്റുകൂട്ടി. മേള കലാരത്നം കലാമണ്ഡലം ശിവദാസ്, ഫ്രീമൗണ്ട് സിറ്റി കൗൺസിൽ മെമ്പർ രാജ് സെൽവൻ, ശ്രീമതി ഗീതാറാം എന്നിവർ പ്രധാനാതിഥികളായിരുന്നു. മേള കലാരത്നം കലാമണ്ഡലം ശിവദാസ്, ഫ്രീമൗണ്ട് സിറ്റി കൗൺസിൽ മെമ്പർ രാജ് സെൽവൻ, ശ്രീമതി ഗീതാറാം എന്നിവർ പ്രധാന അതിഥികളായിരുന്നു. മാവേലിയോടും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടും നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ പ്രസിഡന്റ് സുനിൽ വർഗീസ്, മുൻ പ്രസിഡന്റുമാരായ സുന്ദർ റാം, ജോജോ വട്ടാടിക്കുന്നേൽ, കുഞ്ഞുമോൾ വാലത്ത്, ഗീത ജോർജ്, ടോജോ തോമസ്, ജോസഫ് കുര്യൻ, സജൻ മൂലപ്ലാക്കൽ, ശ്രീജിത്ത് കുരുത്തൊടി, റെനി പൗലോസ് എന്നിവരും സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് നെച്ചിക്കാട്, ട്രഷറർ മേരി ദാസൻ, വൈസ് പ്രസിഡന്റ് പത്മപ്രിയ പാലോഡ്, ജോയിന്റ് സെക്രട്ടറി ജോൺസൺ പുതുശ്ശേരിയിൽ എന്നിവരോടൊപ്പം മങ്ക ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. ജോൺ പുലിക്കോട്ടിൽ സംവിധാനം ചെയ്ത ഓണത്തെക്കുറിച്ചുള്ള മിത്തോളജിയുടെ രംഗാവിഷ്കാരം മനോഹരമായി. തുടർന്ന് നടന്ന മെഗാ തിരുവാതിരയിൽ ബേ ഏരിയയിലെ ഒട്ടനവധി കലാകാരികൾ പങ്കെടുത്ത മെഗാ തിരുവാതിരയോടെ കലാപരിപാടികൾ ആരംഭിച്ചു. 40ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മങ്കയുടെ എല്ലാ മുൻ പ്രസിഡന്റുമാരെയും ഫലകം നൽകി പ്രസിഡന്റ് സുനിൽ വർഗീസ് ആദരിക്കുകയും അവരുടെ കാലഘട്ടത്തിലെ പ്രവർത്തന നേട്ടങ്ങൾ വിവരിക്കുന്ന വീഡിയോ മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശ്രീ ശിവദാസ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചാരി മേളം, സ്കൂൾ ഓഫ് ദി ഇന്ത്യൻ ഡാൻസ് അണിയിച്ചൊരുക്കിയ കേരളീയം, ഉമേഷ് നാരായണൻ, പ്രദീപ് എന്നിവർ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ, ലിജ ഷോമാനി ടീമിന്റെ സംഗീത സന്ധ്യ, മന്ദാരം സ്കൂൾ ഓഫ് ദി ഡാൻസ് അവതരിപ്പിച്ച കാഞ്ചന, മങ്ക വിമൻസ് ഫോറം അവതരിപ്പിച്ച കലാ കൈരളി, നാസിയ ആൻഡ് ടീം അവതരിപ്പിച്ച ബിന്ദാസ് എന്നിവയെല്ലാം പരിപാടികൾക്ക് മാറ്റുകൂട്ടി. മങ്ക വിമൻസ് ക്ലബ് സംഘടിപ്പിച്ച സ്വാദേറിയ പായസങ്ങളുടെ മികച്ച പ്രകടനമായിരുന്നു. പായസം മത്സരത്തിൽ വിജയികളായ ലീന രാജീവ്, മധു മുകുന്ദൻ എന്നിവർക്ക് മങ്ക ബോർഡ് ഡയറക്ടർ ജാസ്മിൻ പരോൾ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. ഓണം പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ ജോബി പൗലോസ്, ജിതേഷ് ചന്ദ്രൻ എന്നിവർ നന്ദി പ്രകാശിപ്പിച്ചു. ബൈജു വർഗീസ് ആയിരുന്നു പരിപാടികളുടെ മുഖ്യ പ്രായോജകൻ. Thank you, Saiju Varghese. Just to say one sentence about Saiju. He's been in the real estate business in the Bay Area last 15 plus years. When I approached him whether he can support our food. സർക്കാരിസ് കലാസ്ഥാപനത്തിൽ ഓൾറെഡി പ്രിൻസിപ്പലായി വർക്ക് ചെയ്യുന്ന ഒരു success in this upcoming year, and thank you for this opportunity to meet with you and to celebrate in the festivities. Thank you so much. നിങ്ങളോടെല്ലാം രണ്ട് വാക്ക് പറയാൻ സാധിക്കുന്നതിൽ This whole organization, Manka, grown to this size at this point. ഉപരിപഠനത്തിനായി അമേരിക്കയിൽ വരികയും 2001 കാലഘട്ടത്തിലെ അമേരിക്ക 2003-2005 വർഷങ്ങളിലായിരുന്നു. 2001 കാലഘട്ടത്തിൽ മങ്കയുടെ പ്രസിഡൻസ് കാരണം president at that time, but പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. So I don't know some of that പ്രസിഡന്റ് ആയിരുന്നു. സെപ്റ്റംബർ മാസം 7-ാം തീയതി മങ്കയുടെ party specials on this momentous occasion of Manka's 40th anniversary celebration. And let me start off by wishing you all a very happy and prosperous Onam. ഗ്യാസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സെക്രട്ടറി സുനിൽ വർഗീസ്, ട്രഷററായി ബിജു ജോൺ. 2021-20.
സോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒരു പ്രവാസി ചാനലിന് വേണ്ടി കാലിഫോർണിയ റീജിയണൽ ഡയറക്ടർ സജൻ മൂലപ്ലാക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. അമേരിക്കൻ മലയാളികൾക്കിടയിലെ പ്രമുഖ ഓണാഘോഷമായ ട്രൈ സ്റ്റേറ്റ് കേരള ഫോറം ഫിലാഡൽഫിയയിൽ വൻപിച്ച രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. പ്രമുഖ മലയാള നടിയും മോഡലുമായ ശ്വേത മേനോൻ, സംഗീത വിസ്മയം, നവനീത് ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്ത് പരിപാടിക്ക് മാറ്റുകൂട്ടി. ട്രൈ സ്റ്റേറ്റ് ഏരിയയിലെ 15ഓളം സംഘടനകളുടെ കൂട്ടായ്മയായ TKF ഈ വർഷം ആരവം 2024 എന്ന പേരിലാണ് ഓണാഘോഷ പരിപാടികൾ അവതരിപ്പിച്ചത്. മയൂര റെസ്റ്റോറന്റ് ഒരുക്കിയ ഓണസദ്യയോടുകൂടി പരിപാടികൾക്ക് തുടക്കമിട്ടത് രുചിക്കൂട്ടിന്റെ വേറിട്ട അനുഭവമായി. ട്രൈ സ്റ്റേറ്റ് ഏരിയയിലെ 15ഓളം സംഘടനകളുടെ കൂട്ടായ്മയായ TKF ഈ വർഷം ആരവം 2024 എന്ന പേരിലാണ് ഓണാഘോഷ പരിപാടികൾ അവതരിപ്പിച്ചത്. മയൂര റെസ്റ്റോറന്റ് ഒരുക്കിയ ഓണസദ്യയോടുകൂടി പരിപാടികൾക്ക് തുടക്കമിട്ടത് രുചിക്കൂട്ടിന്റെ വേറിട്ട അനുഭവമായി. തുടർന്ന് ആയിരങ്ങൾ പങ്കെടുത്ത പ്രൊസക്ഷനിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ താലപ്പൊലിയേന്തിയ മലയാളി മംഗകളുടെ മധ്യത്തിൽ വിശിഷ്ടാതിഥികളെയും മഹാബലി തമ്പുരാനെയും ഓണ അരങ്ങിലേക്ക് എഴുന്നള്ളിക്കുകയുണ്ടായി. ചെയർമാൻ അഭിലാഷ് ജോൺ, ശ്വേത മേനോൻ, നവനീത് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ബിനു മാത്യു, ട്രഷറർ ഫിലിപ്പോ ചെറിയാൻ, ഓണം ചെയർമാൻ ജോബി ജോർജ്, പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് ഇമ്മാനുവൽ എന്നിവർ ചേർന്ന് തെളിയിച്ച നിലവിളക്കിനു മുൻപിൽ ലാസ്റ്റ് ഡാൻസ് അക്കാദമി അണിയിച്ചൊരുക്കിയ മെഗാ തിരുവാതിര അരങ്ങു തകർത്താടി. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മൗനാചരണത്തിനു ശേഷം ഷോൺ മാത്യു അമേരിക്കൻ ദേശീയഗാനവും അബിയ മാത്യു ഇന്ത്യൻ ദേശീയഗാനവും ആലപിച്ചു. ഓണം ചെയർമാൻ ജോബി ജോർജ് സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ബിനു മാത്യു, സാജൻ വർഗീസ്, ജിമോൻ ജോർജ്, ജോർജ് നടവയൽ, രാജൻ സാമുവൽ, സുധാ കർത്ത, സുമോദ് നെല്ലിക്കാല, സാറ ഐപ്പ് എന്നിവർ പബ്ലിക് മീറ്റിംഗിനും കൾച്ചറൽ പ്രോഗ്രാമിനും ചുക്കാൻ പിടിച്ചു. സുരേഷ് നായർ അണിയിച്ചൊരുക്കിയ ഓണപ്പൂക്കളം ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഈ വർഷത്തെ ട്രൈ സ്റ്റേറ്റ് പേഴ്സൺ ഓഫ് ദി ഇയറിന് ശ്രീ ഡൊമിനിക് അജിത് ജോൺ അർഹനായി. അവാർഡ് ചെയർമാൻ ജോർജ് ഓലിക്കലിന്റെ നേതൃത്വത്തിലുള്ള മുൻ ചെയർമാൻമാരുടെ കമ്മിറ്റിയാണ് വിജയിയെ കണ്ടെത്തിയത്. ട്രൈ സ്റ്റേറ്റ് കേരള ഫോറം കർഷകരത്ന അവാർഡ് മികച്ച കർഷകർക്ക് പതിവ് പോലെ ഈ വർഷവും നൽകുകയുണ്ടായി. ജോർജ് കുട്ടി ലൂക്കോസ്, അലക്സ് തോമസ്, ജോർജ് ഓലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. മലയാള തനിമയിൽ അണിഞ്ഞൊരുങ്ങി വന്ന ദമ്പതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ദമ്പതികൾക്ക് ശോശാമ്മ മെമ്മോറിയൽ സ്പോൺസർ ചെയ്ത 1 ലക്ഷം രൂപ നൽകപ്പെട്ടു. ശോശാമ്മ ചെറിയാൻ, ബ്രിജിത്ത് വിൻസെന്റ്, സെലിൻ ഓലിക്കൽ എന്നിവരടങ്ങിയ സമിതിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. ശ്വേത മേനോൻ, നവനീത് ഉണ്ണികൃഷ്ണൻ, കലാഷാഹി എന്നിവരാണ് അവാർഡ് ദാനം നിർവഹിച്ചത്. ട്രഷറർ ഫിലിപ്പോ ചെറിയാൻ നന്ദി പ്രകാശനം ചെയ്തു. ലാസ്യ ഡാൻസ് അക്കാദമി, മാത ഡാൻസ് അക്കാദമി, ഭാരതം ഡാൻസ് അക്കാദമി, ബ്ലൂ മൂൺ, റൈസിംഗ് സ്റ്റാർസ്, പിയാനോ ഉൾപ്പെടെ നിരവധി കലാപ്രതിഭകളുടെ നൃത്ത പരിപാടികൾ, സീറോ മെലഡീസ് അവതരിപ്പിച്ച ഗാനസന്ധ്യ, ഓട്ടംതുള്ളൽ എന്നിവ അരങ്ങേറി. താരനിശകളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൊഫൈൽ വീഡിയോകളും മസാർട്ടോ ഈവന്റ് വീഡിയോ വോളും പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത് വിസ്മയ കാഴ്ചയായി. അരുൺ ഗോവാട്ടായിരുന്നു പ്രോഗ്രാം പ്രൊഡ്യൂസറായി പ്രവർത്തിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ട്രൈ സ്റ്റേറ്റ് ഏരിയയിലെ മലയാളി സംഘടനകളുടെ ഐക്യവേദിയായ കേരള ഫോറത്തിന്റെ സംയുക്ത ഓണാഘോഷവേദിയിൽ അമേരിക്കൻ മലയാളികളിൽ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ ശ്രീ ഡൊമിനിക് അജിത് ജോണിന് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിച്ചു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ന്യൂയോർക്ക് ക്യൂൻസിലെ സ്മോക്കി പാർക്കിൽ 100-ലധികം കിൻഡർ ഗാർഡന്മാർക്കും സ്കൂൾ പ്രായമുള്ള കുട്ടികൾക്കും അവശ്യ സ്കൂൾ സ്പ്ലൈസ് നൽകിക്കൊണ്ട് ബാക്ക് ടു സ്കൂൾ റിസോഴ്സ് മേള വിജയകരമായി നടത്തി. വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയായ ഓണാഘോഷത്തോടനുബന്ധിച്ച് കേരള ഫോറം ട്രൈ സ്റ്റേറ്റ് ഏരിയയിലെ മികച്ച കർഷകനെ കണ്ടെത്താനുള്ള മത്സരത്തിൽ ഫിലാഡൽഫിയയിൽ നിന്നുള്ള ജിജി കോശി, ബീന ദമ്പതികൾ കർഷകരത്നം അവാർഡിന് അർഹരായി. ഓണാഘോഷം മാറ്റിവെച്ച് ആ തുക വയനാടിന് നൽകി കനേഡിയൻ ഒരു മലയാളി കൂട്ടായ്മ. ഓണാഘോഷത്തിനു വേണ്ടി കണ്ടെത്തിയ തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി വാർഷിക പിക്നിക്കിന്റെ ഭാഗമായി സ്കൂൾ സപ്ലൈ ഡ്രൈവ് സംഘടിപ്പിച്ചു.
നോർത്ത് അമേരിക്കൻ മലയാളി കായിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതാൻ പോകുന്ന തരത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ 10ാമത് അന്തർദേശീയ വടംവലി മത്സരത്തിന് തിരശ്ശീല വീഴുമ്പോൾ സിറിയക് കൂവക്കാട്ടിൽ സ്പോൺസർ ചെയ്ത കോട്ടയം ബ്രദേഴ്സ് ഓഫ് കാനഡ, ജോയി നെടിയക്കാൽ സ്പോൺസർ ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈസ് മണിയായ 11,111 രൂപ ഡോളറും മാണി നെടിയക്കാലിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും കരസ്ഥമാക്കിയ അവിസ്മരണീയ നിമിഷങ്ങൾക്കാണ് ലോക മലയാളി വടംവലി കായിക ലോകം സാക്ഷ്യം വഹിച്ചത്. സെന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് ഇടവകയുടെ 2024 പെരുന്നാൾ സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.